കിഴക്കൻ വെള്ളം കൂടി എത്തിയതോടെ കുട്ടനാട്ടിൽ നിരവധി വീടുകളിലാണ് വെള്ളം കയറിയിട്ടുള്ളത്. 8 കുട്ടനാട്ടിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. വർഷത്തിൽ പലതവണ സ്വന്തം വീട്ടിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വരുന്ന മനുഷ്യരാണ് കുട്ടനാട്ടിലേത്. മഴക്കാലത്ത് അവർക്ക് പലപ്പോഴും അഭയമാവുന്നത് ബന്ധുവീടുകളും സർക്കാർ തുടങ്ങുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെയാണ്. ഈ വർഷത്തെ ഇത് എത്രാമത്തെ തവണയാണ്? 4ാമത്തെ തവണയാണ് ഇപ്പൊ വെള്ളം പൊങ്ങുന്നത്. കഴിഞ്ഞ മാസം 3 വെള്ളം, ഈ മാസം 1 വെള്ളം. അപ്പം ദുരിതാശ്വാസ ക്യാമ്പില കുറയാൻ അല്ലെങ്കിൽ വെള്ളം പൊങ്ങാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സർക്കാരിന്? ഒന്നാ തോടൊക്കെ തെളിക്കണം, എല്ലാം വൃത്തിയാക്കണം. തോടെല്ലാം പോള കയറിയും നികന്നും എല്ലാം കിടക്കുന്നതുകൊണ്ടാണ് ഇപ്പം വെള്ളത്തിന് ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ കഴിവതും ക്യാമ്പുകളിൽ വരാതെ ഞങ്ങൾ നോക്കി, പക്ഷേ പറ്റുന്നില്ല. ഭയങ്കര ഈ പ്രാവശ്യത്തെ വെള്ളത്തിനൊക്കെ ഭയങ്കര തണുപ്പും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഇന്നലെ രാത്രിയിൽ ഇവിടെ വന്നു. ഈ ഓരോ തവണയും വെള്ളം ഇറങ്ങി പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടല്ലേ? ആണോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീട് വൃത്തിയാക്കലും ഒക്കെ ഞങ്ങളുടെ പെരക്കാത്ത സാധനങ്ങളെല്ലാം പൊക്കി വെക്കണം, എല്ലാം ചെയ്യണം. ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അത് പ്രായമായവരുണ്ട്, എല്ലാം ഉണ്ട്. പ്രായമായവരൊക്കെ വേറെ ബന്ധുവീടുകളിലൊക്കെ അയക്കുന്നത്. ഇപ്പൊ വീട്ടിൽ എത്രത്തോളം വെള്ളം കാണും? ഇപ്പം മുട്ടിന്റെ ഇവിടം വരെ ഉണ്ട് പെരക്കകത്ത്. വെളിയിൽ അരയറ്റം വെള്ളമുണ്ട്. ഇതാണ് കുട്ടനാട്ടിലെ പൊതുവെ ഒരു ജീവിതം എന്ന് പറയുന്നത്. കുട്ടനാട്ടിലെ മാത്രമല്ല, അപ്പർ കുട്ടനാടൻ മേഖലയിലൊക്കെ വെള്ളം കയറുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതാണ് അവസ്ഥ. ഈ പ്രളയത്തിന് ശേഷം പുഴകളിലൊക്കെ ധാരാളം മണ്ണ് അടിഞ്ഞു കിടപ്പുണ്ട്. അത് ഒരു പരിധി വരെ മാറ്റിയാൽ വെള്ളത്തിന്റെ ഒഴുക്ക് കുറച്ചുകൂടെ സുഗമമാവും എന്ന് കുട്ടനാട്ടുകാർ പറയാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. പക്ഷെ അതിനൊന്നും വേണ്ട രീതിയിലുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല. തലവടിയിൽ നിന്ന് ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്.